ഫിദ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഈ വീഡിയോ കുറച്ച് ദിവസം തന്നെ എടുത്തിച്ചിട്ട് സൺഡേ എടുത്തിച്ചിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിട്ടുണ്ടായിരുന്നത്. ലാബ്, റെക്കോർഡ് ആൻഡ് +2 ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ ഭയങ്കര ബിസി ഡേയ്സ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ടൈമില്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ടൈമിലാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. സോ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സൺഡേ എന്ന് പറഞ്ഞാൽ ഫണ്ടേ ആക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം നമ്മൾ +2 ആണ്. സാറ്റർഡേ എനിക്ക് അത്ര പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൺഡേ എങ്കിലും പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് കരുതിയിട്ട് 6 o'clock തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീച്ച പാടന്നെ കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു തീർത്തു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ലാബിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി കാണും. ലാബ് ചെറുതായിട്ടൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാബിന് വേണ്ടിയിട്ട് ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ലാബ് ചെയ്യുന്നത് യൂട്യൂബിൽ അന്നത്തെ ദിവസം ഇങ്ങനെ എടുത്തിട്ടുള്ളത് കണ്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെക്കാമെന്ന് കരുതി. അത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ബാക്ക് ടു സ്കൂളിൽ ഞാനൊരു വെഗ്നർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ മഷി തീർന്നടാ. അങ്ങനെ പുതിയൊരു വെഗ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഹൈലൈറ്റർ ആണെന്നാ. ആൻഡ് നല്ല രസമുണ്ട് ഇത് കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. കുറച്ച് സമയം നോട്ട് ചെയ്തപ്പോഴേക്കും ഐപാഡിലെ ചാർജ് തീർന്നു. വെറുതെ കാറില്ലാതെ കുറേ ടാസ്കുകൾ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർനൂണിന് മുമ്പ് എനിക്കിതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലൊക്കെ തേച്ച് കുളിക്കാൻ കരുതി. അപ്പോൾ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു മീഷോന്ന്. ഇതൊരു നെറ്റ് വെയർ ആണ്. ഇതുപോലെ ഒരെണ്ണം ഞാൻ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് ഈ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ട് എനിക്ക് തോന്നുന്നത്. സ്കൂൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഓയിലൊന്നും അങ്ങനെ മസാജ് ചെയ്ത് കുളിക്കാനൊന്നും പറ്റാറില്ല. സോ ഇന്ന് നന്നായി മസാജൊക്കെ ചെയ്ത് കുളിക്കാൻ കരുതി. ഇടയ്ക്കൊക്കെ ഓയിൽ തേക്കാറുണ്ട്, ബട്ട് ഇതുപോലെ ഇങ്ങനെ തേക്കാറൊന്നുമില്ല. അതായത് സ്കൂളിലുള്ളപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ അടിച്ചു വരാമെന്ന് കരുതി. എന്നിട്ട് നേരെ പോയിട്ടൊന്ന് ഫ്രഷായി. മുടിയിലെ എണ്ണ ഒന്നും മൊത്തമായിട്ട് പോയിട്ടില്ല. കണ്ടീഷണർ, ഷാമ്പു ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്ര പോയിട്ടില്ല, കാരണം ഒരുപാട് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് കുളി കഴിഞ്ഞ് വന്ന അപ്പോൾ തന്നെ ഫാനിൻ്റെ ചുവട്ടിലിരിക്കണം. ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഹെയർ ഡ്രയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫാനാണ് നമ്മുടെ ഹെയർ ഡ്രയർ. ജൂണായിട്ട് മഴ ഒന്നും അത്രയ്ക്ക് എന്താ പെയ്യാത്തെന്ന് കരുതിയെന്ന്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ ഭയങ്കര നല്ല വെതറായിരുന്നു. ആൻഡ് മഴ ഇങ്ങനെ പെയ്യാൻ നിൽക്കുമ്പോഴാണ് വെതർ ഓഫ് നല്ല രസമാണ് കാണാനിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് 4 മണി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ക്ലാസ് കാണാനായിട്ട് ഇരിക്കുകയാണ്. സൈലത്തിൽ ഇപ്പോൾ 2.0 ബാച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിലെ ക്ലാസ്സുകളാണ് കാണാറുള്ളത്. ആൻഡ് 1.0 എനിക്ക് അവിടെ കുറച്ച് ക്ലാസ്സുകൾ കാണാനുണ്ട്. ആൻഡ് ഇനി അത് ടൈം കിട്ടുമ്പോൾ കാണാമെന്ന് കരുതി. ഇനി എനിക്ക് ടൈം കിട്ടുമെന്നുള്ളതാണ് ഡൗട്ട്, കാരണം റെക്കോർഡ് വരക്കൽ കഴിയണ്ടേ. അങ്ങനെ ആ ക്ലാസ് കണ്ട് തീർത്തതിന് ശേഷം ഞാൻ ടൈം ടേബിൾ നോക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠമുള്ള കുട്ടിയാണ്, ഇത്രയും പെട്ടെന്നൊക്കെ ടൈം ടേബിൾ നോക്കിയേക്കും. മറ്റൊന്നിനല്ല, നാളത്തെ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കിയിട്ടില്ലേ നമുക്ക് ഇന്ന് ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ടൈം ടേബിൾ നോക്കി വെക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അതിന് ശേഷം ഞാൻ വീണ്ടും ലാബിൻ്റെ ക്ലാസ് കാണാനിട്ടിരുന്നു. ഇത് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ലാബിൽ സുവോളജിയാണ് ഞാൻ കാണുന്നത്. ആൻഡ് സുവോളജി ഭയങ്കര രസമുണ്ടായിരുന്നു ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ ചീക്ക് വെച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചീക്ക് സെൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ. ആൻഡ് പ്രോട്ടീൻ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് രാവിലെ ഞാൻ അത് എഴുതിയപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇത് ചെയ്ത കാര്യം. ഞാൻ പിന്നെ ഇങ്ങനെ ഓർത്തപ്പോഴാണ് ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂടെ എന്നാൽ എഴുതി വെക്കാമെന്ന് എഴുതിയത്. കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും, പിന്നീട് നമുക്ക് സൊല്യൂഷൻ്റെ പേരോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എഴുതൽ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്ലാസ് കാണാനായിട്ടിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം എൻ്റെ ഏകദേശം ക്ലാസ്സുകൾ 2.0 ക്ലാസ്സുകളൊക്കെ കാണൽ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി ലൈവാണ് എനിക്ക് കാണാനുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇപ്പോൾ 6:30 ഇംഗ്ലീഷിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. സോ അത് കാണാനെന്ന് കരുതി. ഇന്നത്തെ ടാസ്കുകളിൽ പ്രത്യേകമായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ, ലൈറ്റ് ചാർജ് ചെയ്യാൻ, ട്രൈപോഡ് ചാർജ് ചെയ്യാനുള്ളതൊക്കെ. അങ്ങനെ ഹെഡ്സെറ്റ് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ആറ്റുനൂറ്റുന്ന ഒരു ലൈവ് കാണാമെന്ന് കരുതിയപ്പോൾ ലൈവ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ക്ലാസ് ആൺലൈനിട്ട് റെക്കോർഡർ കാണാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എൻ്റെ ബോട്ടൺ റെക്കോർഡ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്സ്. ഓൺലി സയൻസ് സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്.
പ്രത്യേകിച്ച് ബയോളജി സയൻസ് സ്റ്റുഡൻസ്. നമുക്ക് കമ്പ്യൂട്ടർ പോലെ ഒന്നും മാത്രമല്ല, സുവോളജി, ബോട്ടണി രണ്ടും വരക്കണ്ടേ. അതിൻ്റെ ഇടയിൽ പഠിത്തം കൂടി മാനേജ് ചെയ്യണം, അതിൻ്റെ ലാബും. പക്ഷേ ഇതിൻ്റെ ഇടയിലൊന്നും നമ്മൾ നമ്മുടെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് മറക്കണ്ട. കാരണം ഈ ഒരു വർഷം കൂടി കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ ലൈഫ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ബോട്ടൺ റെക്കോർഡ്. തീർന്നതല്ല, ഞാൻ ഇത്രേ വരച്ചിട്ടുള്ളൂ. പ്ലാന്റ് ഫിസിയോളജി ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. റെക്കോർഡാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഈവനിങ്ങിലൊന്നും കഴിച്ചില്ല എന്നുള്ള ഓർമ്മ വന്നതുകൊണ്ട് തന്നെ ഞാൻ ന്യൂഡിൽസ് എളുപ്പമുണ്ടായിരുന്നു, അത് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ ഇപ്രാവശ്യം വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ടോപ്പ് റാമൻ്റെ ഒരു ന്യൂഡിൽസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പല പല ഫ്ലേവേഴ്സാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ ഒരു പീസ് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഗ്ഗും കൂടെ ഒന്ന് ബോയിൽ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടം എഗ്ഗ് ബോയിൽ ചെയ്തതും ന്യൂഡിൽസും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇംഗ്ലീഷ് ക്ലാസ് മൊത്തമൊന്നും കാണൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാമെന്ന് കരുതി. സോ നമ്മളിതാ വീണ്ടും ഇംഗ്ലീഷ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇംഗ്ലീഷിലെ. ആദ്യമായിട്ടാണ് സൈലത്തിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുക്കുന്നത്. സോ പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബോട്ടണി റെക്കോർഡ് വീണ്ടും വരയ്ക്കാൻ വേണ്ടിയിരിക്കുകയാണ്. സോ ഞാൻ ഇന്നലെ വരച്ചത് കൊണ്ട് തന്നെ നിലത്ത് മൊത്തം പെൻസിലിൻ്റെ പാടായിരുന്നു നിലത്തിൽ വരച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി ന്യൂസ് പേപ്പറെല്ലാം വിരിച്ചിട്ട് അതിൻ്റെ മേലിരുന്ന് വരക്കാമെന്ന്. അപ്പോൾ നിലത്തൊന്നും ആവില്ലല്ലോ, എങ്ങനെയാണ് ചെയ്യുക? അതായത് എനിക്ക് ടാബിളിൽ ഇരുന്നിട്ട് അങ്ങനെ വരക്കാൻ ഇഷ്ടമില്ല, നിലത്തിരുന്നിട്ട് എനിക്ക് വരക്കാനായിട്ട് ഇഷ്ടം. റെക്കോർഡ് വരയ്ക്കുമ്പോൾ ഞാൻ ഈ ഒരു എക്സ്ട്രാ ഷീറ്റ് വെച്ചിട്ടാണ് വരക്കാറുള്ളത്. അങ്ങനെ അത് വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പുറത്ത് പേജിലോട്ട് ആവുകയല്ല, നല്ല സ്മൂത്തായിട്ട് വരയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ വരച്ചതിൻ്റെ അടയാളം അപ്പുറത്ത് പേജിലോട്ട് പടരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ എക്സ്ട്രാ ഷീറ്റ് വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നു. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്തത്. ഞങ്ങൾക്ക് മിസ് ഇത് PDF അയച്ച് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടൺ റെക്കോർഡ്. അത് ശരിക്കും ഒരു റെക്കോർഡ് പോലുള്ള ഒരു PDF ആണ്. അതുകൊണ്ട് എവിടെയാണ് വരയ്ക്കേണ്ടത് കൃത്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. മിസ് ഓരോ ദിവസം ഓരോന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വരച്ച് പോകാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റെല്ലാം പെൻഡിങ് ആയിട്ട് സാറ്റർഡേ ആൻഡ് സൺഡേ ഇരുന്ന് വരക്കാൻ കരുതി. അപ്പോൾ ബാക്ക്ലോഗ്സും ഹോംവർക്സും പഠിക്കാനുള്ളതും ആൻഡ് റെക്കോർഡും ഒക്കെപ്പാടെ ഒപ്പമായി. ഇനിയെങ്കിലും മിസ് പറഞ്ഞതിനനുസരിച്ചിട്ടൊന്ന് വരച്ച് പോകണം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതിലേറെ കൂടുതലെത്തി. എന്നും മൺഡേ ബോട്ടൺ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇന്ന് പറ്റണത്ര വരയ്ക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ സാറ്റർഡേ ആണ് ഇത് തുടങ്ങി വെക്കുന്നത് തന്നെ. എന്നിട്ടിപ്പോൾ ഇത്ര ആയി. ഈ ഒരു റെക്കോർഡ് വരയ്ക്കുമ്പോൾ എനിക്ക് ബോറടിക്കില്ല നിങ്ങൾ കരുത്. കാരണം എനിക്ക് അത്ര ബോറടിക്കാറില്ല. കാരണം ഞാൻ സോങ് ഒക്കെ കേട്ടിട്ടാണ് വൈബാക്കിയിട്ടാണ് എഴുതാറുള്ളത്. ആൻഡ് ഓരോരോ പിക്ചേഴ്സ് വരച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ വേദന ഒന്നും ഉണ്ടാവില്ല. കാരണം കൈ വേദനിക്കും, നടുവേദനിക്കും. ഒരുപാട് ടൈം ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ദിവസം ഓരോന്നൊക്കെ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരാവുന്ന. അങ്ങനെ ഒരു ഏകദേശമൊക്കെ എത്തിയപ്പോഴേക്കും ടൈം കുറേ ആയി. ആൻഡ് എനിക്ക് ഭയങ്കര സ്ലീപ്പി ആയി. ഞാൻ അങ്ങനെ ഒരു 10:45 ആയപ്പോൾ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതിന് മുന്നേ നമ്മളിവിടെ നിലത്തിരുന്നിട്ടാണ് വരച്ചെങ്കിലും ഷാർപ്പ് ചെയ്തതിൻ്റെയും എറേസ് ചെയ്തതിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കളയണമല്ലോ. ന്യൂസ് പേപ്പറിലായതുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. അതിമൊന്നും എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. സാറ്റർഡേ ഞാൻ വരച്ചപ്പോൾ മൊത്തമായിട്ട് നിലത്തുള്ളത് ഓരോന്നോരോന്ന് പെറുക്കിങ്ങാണ്ട് എടുക്കായിരുന്നു. അതിൻ്റെ അതെല്ലാം കഴിഞ്ഞ് കിടന്നുമ്പോഴേക്കും കൃത്യം 11 മണി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നില്ല, നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ അയച്ചിട്ടുണ്ടാവും. ആൻഡ് നോട്ട് ദ പോയിന്റ്, നാളെ സ്കൂളുണ്ട്. ഇനിയിപ്പോൾ നാളെ എപ്പോഴാണ് എണീക്കുന്നോ? സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.